കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമുക്കിനി 2:40 ചെയ്യേണ്ടത്. നമ്മൾ 40 വായിച്ചു, പക്ഷേ അതിലേക്ക് പോകാൻ സമയം ഉണ്ടായില്ലല്ലോ. അപ്പം ഞാൻ ഒന്നുകൂടി വായിച്ചിട്ട് ദേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. കുറച്ചെങ്കിലും സ്വധർമ്മം ഈശ്വരാർപ്പണമായി ചെയ്ത് ഫലാപേക്ഷ ഇല്ലാതെ സ്വധർമ്മം ചെയ്തു നോക്കൂ. കുറച്ചാണെങ്കിലും, മുഴുവൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ജന്മത്തേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. അതായത് അർത്ഥം നമ്മൾ വായിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, വായിച്ചില്ല, ഒന്നുകൂടി വായിക്കാം. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ഫലാപേക്ഷ ഇല്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന ഈ കർമ്മയോഗം ഉണ്ടല്ലോ. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഞാനാണ് ചെയ്യണമെന്നുള്ള ഭാവം ഇല്ലാതെ ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ആയുധമാണെന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട് ഫലാപേക്ഷ ഇല്ലാതെ റിസൾട്ടിനെ പറ്റി വറി ചെയ്യാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നതാണ് കർമ്മയോഗം. അപ്പോൾ ഇഹ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കർമ്മയോഗത്തിൽ അഭിക്രമനാശേഹേ അസ്തി. അതായത് നമ്മൾ തുടങ്ങി അതിന് മുഴുവനെ ആക്കിയില്ല എന്നുള്ള വിഷമം വേണ്ടാന്ന്. തുടങ്ങിയത് നിഷ്ഫലാവില്ല, ഫലമില്ലാതെ ആവില്ല തുടങ്ങിയതിന് കുറച്ച് ചെയ്താലും. പ്രത്യവായ, അതായത് പ്രത്യവായം എന്ന ദോഷം ന വിദ്യതേ. പ്രത്യവായം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതിനൊരു പകുതിയാക്കി വെച്ചിട്ട് അതിനൊരു പാപം അല്ലെങ്കിൽ അതിനൊരു വിപരീത ഫലം ഉണ്ടാവില്ല. അതാണ് പ്രത്യവായം എന്ന് പറഞ്ഞാൽ. പ്രത്യവായം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ തുടങ്ങി നമുക്ക് വേണ്ടത്ര അതിൽ പുരോഗമിച്ച് മുഴുവനും മനഃശുദ്ധി വരുത്താൻ സാധിച്ചില്ലെങ്കിലും അതിന് വിപരീത ഫലം ഉണ്ടാവില്ല. അസ്യ ധർമ്മസ്യ, ഈ കർമ്മയോഗത്തിൻ്റെ, അതായത് ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുന്ന ഈ കർമ്മയോഗത്തിൻ്റെ ആ ധർമ്മം ഉണ്ടല്ലോ, സ്വധർമ്മം അങ്ങനെ അനുഷ്ഠിക്കണതിൻ്റെ ആ ധർമ്മത്തിൻ്റെ സ്വൽപ്പം കുറച്ചെങ്കിലും ചെയ്താൽ നമുക്ക് മഹത്ത് വലുതായിട്ടുള്ള ഭയാൽ, ഈ സംസാര ഭയത്തിൽ നിന്ന് ത്രായതെ രക്ഷിക്കുന്നു എന്ന്. അപ്പോൾ എന്താ പറയണ ഭഗവാൻ കേട്ടോ, നമുക്ക് നല്ലൊരു അഷ്വറൻസാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഭഗവാന്റെ കയ്യിൽ ആയുധമാണെന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട് ഫലാപേക്ഷ ഇല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കൂ. അങ്ങനെ അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മനഃശുദ്ധി വരാനാണ്. മനഃശുദ്ധി വന്നിട്ട് നമുക്ക് ആ തത്വം, ഇപ്പോൾ തത്വം അറിയാം. എന്താ അറിയോ? ബോധം മാത്രമേ സത്യമുള്ളൂ, ഇത് ജഗത്തൊന്നും സത്യമല്ല എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ആ തത്വം നമുക്ക് അനുഭവമാവണമെങ്കിൽ മനസ്സ് ശുദ്ധാവണം. അപ്പോൾ ഈ കർമ്മയോഗം മനസ്സ് ശുദ്ധാവാനാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ കർമ്മയോഗം തുടങ്ങൂ, ചെയ്യാനെങ്കിലും തുടങ്ങൂ, കുറച്ചെങ്കിലും ചെയ്യൂ. എന്താ വെച്ചാൽ അത് ചെയ്തിട്ട് നമുക്ക് മുഴുവനും മനഃശുദ്ധി വരണതിൻ്റെ മുമ്പ് നമ്മൾ ഈ ദേഹം വീണു പോയാൽ പോലും നമ്മൾ അത് അടുത്ത ജന്മത്തേക്ക് കൊണ്ടുപോകും. ഈ എന്താ പറയുക, ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളെ പോലെ അല്ല ആധ്യാത്മികമായിട്ടുള്ള ധനം. ഭൗതിക ധനം ഇപ്പോൾ നമുക്ക് 3 മില്യൺ ബാങ്കിലുണ്ട്, 3 കോടി ബാങ്കിലുണ്ടെന്ന് വെച്ചോളൂ. നമ്മൾ മരിച്ചാൽ ഒരു ഉറുപ്പ്യ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മരിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഈ ആധ്യാത്മികമായിട്ടുള്ള അറിവോ പുണ്യോ ഉണ്ടല്ലോ, നമ്മൾ ഈ സൂക്ഷ്മശരീരം കൊണ്ടുപോകുന്നത്, അത് മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതാണ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് ചെയ്തു, അപ്പോഴേക്കും നിങ്ങൾ ഈ ശരീരം ഉപേക്ഷിച്ചു, സാരമില്ല. അടുത്ത ജന്മം നിങ്ങൾ ഇതിലധികം ചെയ്യാൻ സൗകര്യമുള്ള, അല്ലെങ്കിൽ ഇതിലധികം ചെയ്യാൻ ഭാഗ്യമുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി ജനിക്കും. അപ്പോൾ അവിടുന്ന് മുമ്പിലേക്ക് പോവാം. ഒരിക്കലും നഷ്ടമാവില്ല. ഈ സ്പിരിച്വൽ ലൈഫ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മെറ്റീരിയൽ ലൈഫ് പോലെയല്ല, ഭൗതിക ജീവിതം പോലെയല്ല. ഭൗതിക ജീവിതം നമ്മളാരാ നയിക്കണം? നമ്മളെ എൻ്റെയാണ് പണം, ഞാനിത് ആർക്കും കൊടുക്കില്ല, നമ്മളാണ് കൺട്രോൾ ചെയ്യണം. പക്ഷേ സ്പിരിച്വൽ ലൈഫിൻ്റെ കൺട്രോളർ ആരാ? ആ ഹയർ പവറാണ്. ആര്?
പ്രപഞ്ചശക്തിന്നോ ഭഗവാനെന്നോ ബ്രഹ്മെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദ ഹോൾ സ്പിരിച്വൽ ലൈഫ് ഈസ് ഗൈഡഡ് ബൈ ദ ഹയർ പവർ ഓർ ആധ്യാത്മിക ജീവിതം നമ്മളല്ല കൊണ്ടു നടത്തുന്നത്, അത് കംപ്ലീറ്റ്ലി ഭഗവാൻ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കുറച്ച് ചെയ്താലും നമുക്ക് അത് ഒരിക്കലും വിപരീത ഫലമാവില്ല. നമ്മൾ കുറച്ച് ചെയ്ത് മരിച്ചാൽ പോലും, അല്ല നമുക്ക് ഈ ജന്മത്തിൽ തന്നെ എല്ലാം അങ്ങനെ ചെയ്യാൻ സാധിച്ച് മനഃശുദ്ധി വന്നാൽ ഈ ജന്മം തന്നെ ജ്ഞാനം കിട്ടും. ഇനി അല്ല വെച്ചാൽ നമ്മൾ അടുത്ത ജന്മത്തിൽ ഇതിലും സൗകര്യപൂർവ്വം ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മളെ ജനിപ്പിക്കും. എന്നിട്ട് ഭഗവാൻ തന്നെ ടേക്ക് ഓവർ ചെയ്യും. നമ്മുടെ ഈ ആധ്യാത്മിക പാതയിലുള്ള പുരോഗതിയെ ഭഗവാൻ തന്നെ നയിക്കും. അതാണ് സ്പിരിച്വൽ ലൈഫ് മെറ്റീരിയൽ ലൈഫ് പോലെയേ അല്ല. മെറ്റീരിയൽ ലൈഫിൽ അത് ഭഗവാനല്ല നയിക്കണത്. നമ്മൾ തീർച്ചയാക്കാം നമ്മളാവുക അത് ഒക്കെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. ഒന്നും എത്ര നമ്മൾ നാല് പുറം നോക്കിയാൽ കാണുന്നുണ്ട്. ഒരു ഉറുപ്പ്യ പോലെ എന്തിന് ഇട്ട തുണി പോലും നമ്മൾ വേണമെന്ന് വിചാരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ പുണ്യം അങ്ങനെയല്ല. പുണ്യം നല്ല കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ ചെയ്താൽ അത് നമ്മൾ കൂടെ കൊണ്ടുപോകും, ഉറപ്പാണെന്നാണ് പറയണത്. അതായത് നമ്മൾ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഞാൻ കർത്താവാണ്, ഞാൻ ഡൂവറാണ്, ഐ ആം ദ ഡൂവർ എന്നുള്ള ബോധമില്ലാതെ ചെയ്താലുണ്ടല്ലോ നമ്മൾ ശരിക്കും ഭഗവാന്റെ കയ്യിൽ. ഇപ്പോൾ ഈ അമ്മ പൂച്ചയുടെ കയ്യിൽ പൂച്ചക്കുട്ടി ഉള്ള പോലെ അമ്മ പൂച്ച സൂക്ഷിച്ച് എവിടെയാണ് ഏറ്റവും സേഫ് വെച്ചാൽ അവിടെ കൊണ്ടേക്കില്ല. അതുപോലെ നമ്മളെ ഭഗവാൻ ഈ ബോഡി വിട്ട് പോകുമ്പോൾ അതുപോലെ എടുത്ത് അത്രയും വേറൊരു നല്ല സ്ഥലത്ത് കൊണ്ട് നമ്മൾ ജനിപ്പിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചെങ്കിലും ചെയ്യൂ, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ. അതുകൊണ്ട് അർജുന ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിൻ്റെ സ്വധർമ്മം ഇത് ഇപ്പോൾ യുദ്ധം ചെയ്യലാണ്. അർജുനനോട് പറയുകയാണ് ഞാനാണ് യുദ്ധം ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. എന്നിട്ട് ഈശ്വരാർപ്പണമായിട്ട് പ്രപഞ്ചശക്തിക്കായിക്കൊണ്ട് ലോക നന്മയ്ക്കായിക്കൊണ്ട് ഞാൻ ചെയ്യുകയാണെന്ന് സങ്കല്പിച്ച് നീ ചെയ്യൂ. എന്നാൽ ഫലത്തിനെ പറ്റി ഒന്നും നീ ജയിക്കുമോ തോൽക്കുമോ ഒന്നും നീ നോക്കണ്ട, എന്നാൽ നിനക്ക് നല്ലതേ വരൂ എന്ന് പറയണം. അപ്പം നമ്മളോടും അതന്നെ പറയണം. ഈ നമ്മളെ ഏത് പരിതസ്ഥിതിയിലാണ് നമ്മളെ ഇട്ടിരിക്കുന്നത്, ആ പരിതസ്ഥിതിയിൽ ആ ഒരു സർക്കംസ്റ്റൻസസിൽ നമ്മളുടെ സ്വധർമ്മം എന്താണെന്ന് ആലോചിച്ച് ഞാനാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ഭഗവാൻ ചെയ്യിക്കുകയാണെന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട് അത് ഈശ്വരാർപ്പണമായിട്ട് ഭഗവാനുള്ളൊരു ഓഫറിങ്ങായി ചെയ്ത് ഫലത്തിനെ പറ്റി ഒന്നും ഞാനിത് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ എൻ്റെ പണി, ബാക്കിയൊക്കെ ഭഗവാൻ കൊണ്ട് നടത്തുന്നുള്ള വിചാരത്തോടുകൂടി ചെയ്തോളൂ. എന്നാൽ നിനക്ക് യാതൊരു വിഷമം. അപ്പം നമ്മളോടും അതന്നെയാണ് പറയണത്. നമുക്കുള്ള വലിയൊരു വളരെ നല്ലൊരു അഷ്വറൻസുമാണ്. എന്താ കുറച്ച് തുടങ്ങി ചെയ്തു മുഴുവനാക്കാൻ പറ്റിയില്ല, നമ്മുടെ ഈ കർമ്മയോഗം ചാലൊന്നും വിഷമിക്കേണ്ട, അതും പറയുന്നുണ്ട് അല്ലേ. അതായത് പിന്നെ നമുക്ക് ഈ ഒരു ഡിറ്റർമിനേഷൻ വേണമെന്ന് മാത്രം. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുന്നേ, അതാണ് എന്തായാലും പറയണം കേട്ടോ. ഇനി അടുത്തേൽ എന്താ പറയണതറിയോ, എന്താണ് ബുദ്ധി എന്നാണ് പറയണത്. അതായത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിശക്തിയും വിവേചന ശക്തിയും, വിവേകം, അതായത് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയണത് കേട്ടോ. ബുദ്ധിശക്തിയും വിവേകവും ഇച്ഛാശക്തിയും ഒന്നിച്ച് ചേർന്നതിനാണ് അത്രയും ബുദ്ധിയോഗം എന്ന് പറയുന്നത്. ആ ബുദ്ധിയെ പറ്റിയിട്ടാണ് ഇനി, അതാണ് വളരെ ഫേമസ് ആയിട്ട് വ്യവസായാത്മിക ബുദ്ധി പറയും. അതിനെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 40 വായിച്ച് 41 പോകാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് തന്നു, നിങ്ങൾ ഈ സ്വധർമ്മം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ, അർജുനനോടും നമ്മളോടും. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. കുറച്ച് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നമ്മളെ സംസാര ഭയം മാറിക്കിട്ടുന്ന പറയണം. അതായത് ഇത് ഈ നമ്മളിങ്ങനെ സ്വധർമ്മം ഈശ്വര അർപ്പണമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഭവഭയ രോഗം തന്നെ മാറ്റത്രേ. നമുക്ക് എപ്പോഴും അതാണല്ലോ ഉള്ളത്, ഭവഭയം. ഇപ്പോൾ സുഖമാണെങ്കിലും അയ്യോ ഇനി ഈ സുഖല്യായ ഈ സുഖം നിലനിൽക്കുമെന്ന്. സുഖമല്ലെങ്കിൽ പിന്നെ എന്തായാലും ദുഃഖം, ദുഃഖമാണെങ്കിൽ എന്തായാലും ദുഃഖം, സുഖമാണെങ്കിലും ഈ സുഖം നിലനിൽക്കുമെന്ന്. അപ്പോൾ എപ്പോഴും ഭവഭയമാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതുപോലെ തന്നെ അതിനു മുമ്പ് പറഞ്ഞില്ലേ ഇക്വാനിമിറ്റി, അതായത് തിദിക്ഷ, എല്ലാറ്റിനെയും സമഭാവനോടുകൂടി കാണുക. പിന്നെ സ്വധർമ്മം
വരണതൊക്കെ ഈശ്വരൻ്റെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് സമഭാവനയോടുകൂടി എല്ലാ ദ്വന്ദ്ങ്ങളെയും ഓപ്പോസിറ്റ്സിനെയും അഭിമുഖീകരിക്കുക, ഫേസ് ചെയ്യുക, എന്നിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുക ഈശ്വരാർപ്പണമായിട്ട്. ഇതാണ് യോഗ പരിശീലന കർമ്മയോഗം എന്ന് പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വ്യവസായാത്മിക ബുദ്ധിരേകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബദ്ധയോ വ്യവസായിനം. അവ്യവസായിനം എന്ന് വരും. നോക്കാം അർത്ഥം എന്താണ്. ഹേ കുരുനന്ദന, അല്ലയോ കുരുവംശത്തിൽ ജനിച്ച അർജുന. ഇഹ എന്ന് പറഞ്ഞാൽ അതായത് ഈ കർമ്മയോഗത്തിൽ, ഇപ്പം പറഞ്ഞ കർമ്മയോഗത്തിൽ അതന്നെയാണ് പറഞ്ഞത് കേട്ടോ. വ്യവസായാത്മിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയപ്പോൾ, അതായത് ശരിക്കും പറയാച്ചാൽ വ്യവസായാത്മിക ബുദ്ധി പറഞ്ഞാൽ എന്താ അറിയോ, ഒന്നിൽ തന്നെ ഏകാഗ്രബുദ്ധി എന്ന് പറയാം. ഇതിൽ മലയാളത്തിലും സംസ്കൃതത്തിലൊക്കെ പറയുകയാണെങ്കിൽ നിശ്ചയബുദ്ധി, ഏകാഗ്രബുദ്ധി എന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിന് ഇൻ ദിസ് വേൾഡ് വൺ പോയിൻറ്റഡ് ഇൻ്റലക്റ്റ്. അതായത് ഈ യോഗത്തിൽ, അതായത് ഈ കർമ്മയോഗത്തിൽ വൺ പോയിൻറ്റഡ് ഇൻ്റലക്റ്റ്, അതായത് അതായത് ഏകാഗ്രത, ഒന്നിൽ നല്ലോണം നമ്മളെ ഏകാഗ്രത എന്ന് പറയൂല്ലോ നമ്മൾ, ഏകാഗ്ര ബുദ്ധി, ഒന്നിൽ നല്ലോണം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിശ്ചയബുദ്ധി, ഞാൻ ചെയ്യും, ഡിറ്റർമിനേഷൻ, അതിനൊക്കെ പറയും. അപ്പോൾ അല്ലെങ്കിൽ വൺ പോയിൻ്റ് കോൺസെൻട്രേഷൻ, വൺ പോയിൻ്റ് ഇൻ്റലക്ട്, ഒന്നിൽ തന്നെ ശ്രദ്ധിച്ച, അതിനാണ് വ്യവസായാത്മിക ബുദ്ധി പറയുക. അത് മാത്രമേ വ്യവസായാത്മിക ബുദ്ധി എന്നുള്ളതിന് ഞാനിപ്പോൾ ഇംഗ്ലീഷും മലയാളമൊക്കെ പറയാൻ നോക്കി, എനിക്ക് അറിയുമില്ല. ബുദ്ധി അതൊന്നേ ഉള്ളൂ. അവ്യവസായിന, ഇങ്ങനത്തെ ഈ ബുദ്ധി ഇല്ലാത്തവർക്ക്, അത് ഡിറ്റർമിനേഷൻ, നിശ്ചയബുദ്ധി അല്ലെങ്കിൽ വൺ പോയിൻ്റ് ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഇല്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർ അവ്യവസായിന എന്ന് പറഞ്ഞില്ല. വ്യവസായികളെന്ന് പറഞ്ഞാൽ ഇതിലുള്ളവർ, ഇല്ലാത്തവരാണ് അവ്യവസായിന. ബുദ്ധയ, അങ്ങനെയുള്ള ബുദ്ധിയുള്ളവർ ബഹുശാഖാഹ, എന്താ പറ്റുന്ന വെച്ചാൽ അവരുടെ പല 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 ബ്രാഞ്ചസോട് കൂടിയിട്ടാവും. അതായത് അനവധി ദിക്കിലേക്ക് മനസ്സ് ഒരേ സമയത്ത് പോവും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടേ. അനന്താഹാച്ച, എന്നിട്ടോ അനവധി കർമ്മങ്ങൾ ചെയ്യുക, ഫലം കിട്ടുക, പിന്നെയും കർമ്മങ്ങൾ ചെയ്യുക, ഫലം കിട്ടാൻ, പിന്നെ അങ്ങനെ അവർ അവസാനമില്ലാതെ ഇങ്ങനെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന. അതായത് അല്ലയോ അർജുന, എന്താ അറിയോ, ഈ കർമ്മയോഗത്തിൽ നിശ്ചയബുദ്ധി ഒന്ന് മാത്രമേ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ഈ നിശ്ചയബുദ്ധി ഇല്ലാത്തവരെ, അതായത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നിലും വെറുതെ അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരെയാണ് അവ്യവസായികളെ പറയണത്. നിശ്ചയാത്മിക ബുദ്ധി ഇല്ലാത്തവരെ, അങ്ങനെയുള്ള നിശ്ചയാത്മിക ബുദ്ധി, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഇല്ല, ഒരു ഗോളില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിന് ഫലം കിട്ടി അത് സന്തോഷിക്കുക, പിന്നെ ആദ്യം കുറച്ച്, അങ്ങനെയുള്ളവരാണ് കേട്ടോ. നിശ്ചയബുദ്ധി ഇല്ലാത്തവരുടെ ബുദ്ധികളൊക്കെ ഇങ്ങനെ പല ബ്രാഞ്ചസായിട്ടും അനവധി ദിക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നിനൊരു കോൺസെൻട്രേഷൻ ഇല്ല, അപ്പോൾ ഒന്നും ശരിയാവില്ല. നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരു കിണർ കുഴിക്കാൻ തുടങ്ങി, ഒരു ദിക്കിൽ കുഴിക്കാൻ നോക്കി, അപ്പോൾ കുറച്ച് കുഴിച്ചപ്പോൾ ഇവിടെ വെള്ളം കിട്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ദിക്കിൽ കുഴിച്ചു, അവിടെയും കുറച്ച് 4-5 അടി കുഴിച്ചു, ഇവിടെയും വെള്ളം കിട്ടും തോന്നുന്നില്ല, വേറൊരു ദിക്കിലും. അങ്ങനെ ഒരു 4-5 കിണർ കുഴിച്ചിട്ട് വെള്ളം കണ്ടില്ല. അതിന് പകരം ഈ ആദ്യത്തെ കിണറിൽ തന്നെ നിശ്ചയാത്മിക ബുദ്ധിയോട് കൂടിയിട്ട് 4 അടി കുഴിച്ചു, കിട്ടിയില്ല. ഒരു 4 അടിയും കൂടിയും കുഴിച്ചു, കിട്ടിയില്ല. പിന്നത്തെ 4 അടി കുഴിച്ചപ്പോൾ കിട്ടി. ബട്ട് ആ നിശ്ചയാത്മിക ബുദ്ധി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പലതിലേക്ക് പോയില്ല. അതുപോലെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. ഈ മോക്ഷം, അതാണ് ഇതിൽ പറയണത്. അതായത് ഭഗവാനെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ അപ്പം കഴിഞ്ഞ ഇതിൽ പറഞ്ഞുല്ലോ, നമ്മളിതിന് മുമ്പ് പറഞ്ഞുല്ലോ, എന്താ ഇക്വാനിമിറ്റി വേണം, തിദിക്ഷ വേണം, പിന്നെ പറഞ്ഞു സ്വധർമ്മം കുറച്ചെങ്കിലായി അന്വേഷിക്കാൻ തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഇക്വാനിമിറ്റി ഉണ്ടല്ലോ, എല്ലാറ്റിനെയും ഒരുപോലെ സമഭാവനയോടെ കാണല്ലേ, അതാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു. കാരണം എന്നിട്ട് എന്ത് വേണം വെച്ചാൽ, അങ്ങനെ എല്ലാറ്റിനെയും ഈശ്വരൻ്റെ ഇഷ്ടമാണെന്ന് വിചാരിച്ച്
എല്ലാറ്റിനെയും അഭിമുഖീകരിക്കുന്നതിനോടൊപ്പം എന്തു ചെയ്യും, അങ്ങനെ നമ്മൾ തിദിക്ഷ ശീലിച്ചാൽ, ഈ ടോളറൻസോ അല്ലെങ്കിൽ എന്താ പറയാതെ അതിങ്ങനെ ക്ഷമ ശീലിച്ചാൽ എന്താ ഉണ്ടാവുക അറിയോ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാറ്റിലും ഈ പ്രപഞ്ചശക്തിയെ കാണാൻ തുടങ്ങും. ശരിക്കും എങ്ങനെയാ വെച്ചാൽ കാരണവും കാര്യമാണല്ലോ, കാരണമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണല്ലോ ഈ പ്രപഞ്ചം, കാര്യം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ച നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെല്ലാറ്റിലും ഈ പ്രപഞ്ചശക്തി കാണാൻ തുടങ്ങും. അപ്പോൾ ആ ഇങ്ങനെ എല്ലാറ്റിലും പ്രപഞ്ചശക്തിയെ കാണുന്നതിനാണത്രേ ബ്രഹ്മബുദ്ധി എന്ന് പറയുക. അതായത് അപ്പോൾ 1 പോയിൻ്റഡായി, എല്ലാ ദിക്കിലും ഉണ്ട്, അനുഭവമായി തുടങ്ങിയിട്ടില്ല, പക്ഷെ എല്ലാ ദിക്കിലും ഈശ്വര ശക്തിയെന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് പിന്നെ ഈ ഉപനിഷത്തുകളൊക്കെ അതാണ്, ഈ എന്താണ് ലോകത്തിൻ്റെ സബ്സ്ട്രാറ്റം, അതായത് ഈ ലോകത്തിൻ്റെ ഊടും പാവുമായി നിൽക്കുന്നത് ബ്രഹ്മാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് എല്ലാവരെയും. അപ്പോൾ അത് റിയലൈസ് ചെയ്യാതെ മരിക്കുമ്പോഴാണ് നമുക്ക് പുനരഭി ജനനം, പുനരഭി മരണം. സോ അത് മനസ്സിലാക്കുക. ആദ്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം, ശരിക്കും ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, മനസ്സിലാക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആദ്യം അനുഭവമില്ല. അത് മനസ്സിലാക്കിയിട്ട് ആ കോൺസെൻട്രേറ്റ് ഓൺ ദ സത്യസ്വരൂപം, അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ ലക്ഷ്യതാവണം, ഡിറ്റർമിനേഷൻ വേണം. അതാണ് വ്യവസായാത്മിക ബുദ്ധി. എൻ്റെ ഗോൾ അതാണ്, എൻ്റെ ഗോൾ അതാണ്, എൻ്റെ ഗോൾ അതാണ്, അതവിടെ ഉണ്ടാവണം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ കർമ്മയോഗം അനുഷ്ഠിക്കണം. ഈ പറഞ്ഞത് എന്താ, സ്വധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ഫലാപേക്ഷ ഇല്ലാതെ ഞാനാണ് ചെയ്യണം എന്നുള്ള ഫലമില്ലാതെ ചെയ്യുക. അപ്പം ആ ഗോൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്യാതെ ഒന്നും കാര്യമില്ല. ഗോൾ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുക? ഗോൾ സെറ്റ് ചെയ്യണതിൻ്റെ മുമ്പ് നമുക്ക് ബോധ്യം വേണം. ഇവിടെ അത് മാത്രമേ ഉള്ളൂ, എനിക്കില്ല എന്ന് തോന്നണം. ബാക്കിയൊക്കെ ഉണ്ടാ തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. പക്ഷെ എനിക്ക് ആ സത്യം കണ്ടുപിടിക്കണം എന്ന് ആദ്യം, ആ സത്യമാണ് അത് ആദ്യം ബോധ്യം വേണം. എന്നിട്ട് പിന്നെ എനിക്ക് അതിലെത്തണം എന്ന് വിചാരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് കർമ്മയോഗം. അതാണ് പറയണത്. അപ്പോൾ ഈ നമ്മുടെ മനസ്സിൽ എനിക്ക് ആ സത്യം അറിയണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ആ അവേക്കനിങ് ഉണ്ടല്ലോ, അവേക്കനിങ് ഓഫ് ദ ആ സ്ട്രോങ് വിൽ. എനിക്ക് ആ ഈശ്വര സത്യം എന്താണെന്നുള്ള, ബ്രഹ്മത്തിൽ എത്തണം എന്നുള്ള ആ ഉറച്ച ഒരു ആഗ്രഹം, ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ആ തീർച്ച നിശ്ചയമാക്കൽ, അതിനാണ് വ്യവസായ എന്ന് പറയുന്നത്, വ്യവസായാത്മിക ബുദ്ധി. അതാണ് നിശ്ചയാത്മിക ബുദ്ധി എന്നോ വ്യവസായാത്മിക ബുദ്ധി എന്നോ 1 പോയിൻ്റഡ് ഇൻ്റലക്റ്റ് എന്നൊക്കെ ഭഗവാൻ പറയണം. അതിനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് സത്യം എന്ന് ബോധ്യമാവണം. എന്നിട്ട് ആ സത്യത്തിൽ എത്തണം എന്ന് ബോധ്യമാവണം. അതാണ് ഡിറ്റർമിനേഷൻ. വ്യവസായാത്മിക ബുദ്ധിയോട് കൂടിയിട്ട് വേണം എന്നിട്ട് കർമ്മയോഗം അനുഷ്ഠിക്കാനേ. അത് നോക്കുന്ന ഒരു ഉദാഹരണം ചുർജി പറഞ്ഞേ. ഇപ്പം നമ്മൾ ശരിയാണ്, എത്ര ശരിയാണെന്നറിയാം. നമ്മളൊരു ലക്ഷ്യം വെച്ചാലേ ലക്ഷ്യത്തിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ വ്യതിചലിച്ചാലും ഡൈഗ്രസ് ചെയ്താലും നമ്മൾ തിരിച്ച് ലക്ഷ്യത്തിലേക്ക് തന്നെ വയ്ക്കും. ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം 1 പോയിൻ്റഡ് അത് വേണം, ആ ഡിറ്റർമിനേഷൻ വേണം. എന്നറിയോ, എന്നിട്ട് ചുർജി ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു നാട്ടിലത്തെ ഒരു ഷോപ്പ് പറയാം, നമ്മൾ ഏതെങ്കിലും ഒരു മോളിലേക്ക്, ലുലു മോളിലേക്ക് പോകണമെന്ന് തീർച്ചയാക്കി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. നമ്മൾ നിത്യജീവിതത്തിലത്തെ ഒരു കാര്യം പറയാം. ലുലു മോളിൽ പോയിട്ട് പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ആ ഡ്രൈവർ ഫാമിലിയായിട്ട് പോവുകയാണ്, അച്ഛൻ ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ആ ഡ്രൈവറെ കൊണ്ട് ഡ്രൈവിലേക്ക് പറഞ്ഞു ലുലു മാളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ലക്ഷ്യം തീർച്ചയാക്കി. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് വഴി തെറ്റിയെന്ന് വിചാരിച്ചോളൂ. വഴി തെറ്റിയാലും നമ്മൾ തിരിച്ചു വരുമല്ലോ. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ എത്തും, ഇല്ലേ? അവിടെ എത്തും എങ്ങനെയെങ്കിലും. കുറച്ച് വഴി തെറ്റിയാൽ തിരിച്ചു വരും. മാത്രമല്ല ആ പോണ സമയം മുഴുവനും നമ്മൾ ലുലുമാള എന്നൊന്നും ആലോചിക്കുന്നില്ലേ, വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കണ്ടേ. അതുപോലെയാണ് ആദ്യം നമ്മൾ സത്യം എന്താണെന്ന് ബോധ്യമാവുക. അതാണ് സത്യം എന്ന് അവനൊരു നല്ല ബോധ്യം വേണം കേട്ടോ. അത് വിശ്വാസം വേണം, ട്രസ്റ്റ്, ഫെയ്ത്ത് വേണം. എന്നിട്ട് ഈ വ്യവസായാത്മിക ബുദ്ധി വേണം, അവിടെ എത്തണം എന്നുള്ള ഡിറ്റർമിനേഷൻ വേണം. എന്നിട്ട് വേണം കർമ്മയോഗം ചെയ്യാനാണ് പറയണത്.
അതായത് നമുക്ക് ആ നിശ്ചയാത്മിക ബുദ്ധി ഇല്ലെങ്കിൽ എവിടെ എത്തില്ലേ, ആ ഗോള് വേണം. അപ്പോൾ ഈ നിശ്ചയാത്മിക ബുദ്ധി ഇല്ലാത്തവരെയാണ് അവ്യവസായിനാം എന്ന് പറയണത്. അവരെന്താ ഉണ്ടാവുക, അവർ ഈ അവരുടെ മനസ്സിങ്ങനെ എല്ലാ ദിക്കിലേക്കും പതറിപ്പോയി സ്പ്രെഡാണ് എവ്രിവെയർ. എന്നിട്ട് അനവധി ബ്രാഞ്ചസ് ശാഖകളായിട്ട് പോവുക. എന്നിട്ടോ എവിടെയും ഒന്നും എത്തൂല്ല. അതുകൊണ്ടാണ് അത്രേ സംസാരത്തിന് ഈ പേര്. എനിക്കിത് വലിയ ഇഷ്ടമായി. സംസരതേ ഇതി സംസാര എന്നാണ് ഡെഫിനിഷൻ. സംസരതേ ഇതി സംസാര, അതായത് ഒഴുകിയും കൊണ്ടേയിരിക്കണു, എവർ ഫ്ലോയിങ് ടുവേർഡ്സ് നോവെയർ, എവിടെയും എത്താത്ത ലക്ഷ്യമില്ലാത്ത ഒഴുക്കാണ് ഈ നിശ്ചയാത്മിക ബുദ്ധി ഇല്ലാത്തവർക്ക്. ഒരു ജന്മം കഴിഞ്ഞു, വേറൊരു ജന്മം കഴിഞ്ഞു, കുറേ കർമ്മം ചെയ്തു, അതിൻ്റെ ഫലം കിട്ടി, അനുഭവിച്ചു, പിന്നെയും കൂടുതൽ കർമ്മം ചെയ്തു, ഇങ്ങനെ ജന്മാന്തരങ്ങളെ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഇങ്ങനെ പ്രവാഹം, ജീവിത പ്രവാഹം. അതാണ് അത്രയും സംസാരം എന്ന് പറയാൻ കാരണം. സംസരതേ, അതായത് ഒഴുകിയും കൊണ്ടേയിരിക്കുകയാണ്, എവിടെയും എത്താതെ. അതാണ് കീപ്സ് ഫ്ലോയിങ് ടുവേർഡ്സ് നോവെയർ. ലക്ഷ്യമില്ലെങ്കിൽ എവിടെയെങ്കിലും എത്തുമോ? അതുകൊണ്ടാണ് അങ്ങനെ പാടില്ല, വ്യവസായാത്മിക ബുദ്ധി വേണം. എന്നാൽ ചിലപ്പോൾ നമുക്ക് വിധിപ്രകാരം ചിലപ്പോൾ വളരെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, ശരിയാണ്. അതിനെ സോൾവ് ചെയ്യാൻ നോക്കണ്ട, ആക്സെപ്റ്റ് ചെയ്തിട്ട്, ഭഗവാൻ പറയണത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഡിസോൾവ് ഇറ്റ് ഇൻ ദ ഡിറ്റർമിനേഷൻ ബുദ്ധിയിൽ. എനിക്കതാണ് എൻ്റെ ഉദ്ദേശം, ഇതിപ്പോൾ സംഭവിച്ചു, ഇതാവും എനിക്ക് സംഭവിക്കേണ്ടത്, ഇതൊക്കെ ആവും എനിക്ക് അവിടെ എത്താനുള്ള മാർഗം എന്ന് വിചാരിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാച്ചാൽ അങ്ങനല്ല, അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് വിധി വരുമ്പോഴേ. അപ്പോൾ ആ വിധിയോടുകൂടി പോയിട്ട് അപ്പോഴും ഡിറ്റർമിനേഷൻ വിടാതെ എന്നാൽ ഭഗവാനിലെത്തുന്നതാണ് പറയുന്നത്. അതായത് ശരിക്കുള്ള സത്യം അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ജ്ഞാനം ഉദിച്ചാൽ ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ആവുമെന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ നമുക്കിപ്പോൾ. എന്നിട്ട് എനിക്ക് ആ സത്യം മനസ്സിലാവണമെന്ന് ഡിറ്റർമിനേഷൻ വേണം, ആ ഗോള് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ കർമ്മയോഗം പ്രാക്ടീസ് ചെയ്യുക. അതിന് പകുതി വെച്ച് നമ്മൾ മരിച്ചാലും ദുഃഖിക്കേണ്ടെന്നും പറഞ്ഞുല്ലോ അല്ലേ. അതാണ് പറഞ്ഞത്. അതായത് ഈ വ്യവസായാത്മിക ബുദ്ധി പറഞ്ഞാൽ പെർഫെക്റ്റായിട്ടുള്ള, ഉത്തമമായിട്ടുള്ള, അകത്തേക്കുള്ള, നമ്മളകത്തോട്ട്, അതായത് ആന്തരമായിട്ട് നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു കണ്ണ്, അതാണ് ഈ വ്യാവസായികാത്മിക ബുദ്ധി. നമ്മളുടെ ആ സ്വസ്വരൂപത്തിലേക്ക് നോക്കണം എന്നുള്ള ആ നിശ്ചയം, ഡിറ്റർമിനേഷൻ, അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 3 ശ്ലോകം ഒന്നിച്ചാണ്. അപ്പം ഞാൻ അത് വായിക്കാം. 40 അതെ, ഇത് വായിച്ചിട്ട് വ്യവസായാത്മിക ബുദ്ധിരേകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബദ്ധയോ അല്ലേ, തന്നെയല്ലേ? അതെ, ബുദ്ധയോ വ്യവസായിനാം. അപ്പം നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ അറിയോ, 3 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. യാമിമാം 44, 42, 43, 44. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിന കാമാത്മനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തവാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. എനിക്ക് തോന്നുന്നില്ല 3 ശ്ലോകം നമുക്ക് തീർക്കാൻ പറ്റുന്ന. അപ്പം ഞാൻ ഇപ്പം ഈ വായിച്ചതിൻ്റെ ഒരു ചുരുക്കം പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം പറയാം കേട്ടോ. അതായത് ഈ വേദത്തിലത്തെ കർമ്മകാണ്ഡത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വേദത്തിലെ ഇതിൽ സ്വർഗത്തേക്കാൾ വേറെ നമുക്ക് സ്വർഗം കിട്ടുന്നതിലും മീതെ യാതൊരു ഭാഗ്യവും ഇല്ലയെന്ന്
പറയണവരുണ്ട്. അവരൊക്കെ വിചാരിക്കണത് എന്താ വെച്ചാൽ നമുക്ക് അവസാനം സ്വർഗം കിട്ടുന്നതാണെന്നാണ്. അത് വെറുതെ ആണെന്ന് പറയുകയാണ്. അതായത് കർമ്മകാണ്ഡത്തിൽ ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ കിട്ടും, ഫലശ്രുതിയൊക്കെ എന്തിനാച്ചുണ്ടോ, എങ്ങനെയെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ ഫലം ആഗ്രഹിച്ചിട്ടെങ്കിൽ അവരിതിലേക്ക് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് അവരെ മനസ്സിലാക്കി ഇത് ഈ വെറുതെ ഇങ്ങനെ സ്വർഗത്തിൽ നിന്നും പോയിട്ട് കാര്യമില്ല. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ശരിയാണ്, നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഗുണമൊക്കെ ഉണ്ട്, ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ പാപമുണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുണ്യമുണ്ട്. പക്ഷേ ആ പുണ്യവും പാപവും ഞാനാണ് ചെയ്യണ എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം കിട്ടും, ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ പാപവും കിട്ടും. പക്ഷേ പാപം അനുഭവിക്കാൻ നരകത്തിലും പുണ്യം അനുഭവിക്കാൻ സ്വർഗത്തിലും പോവും. പക്ഷേ സ്വർഗത്തിൽ എന്നും ഇരിക്കില്ല. ഈ പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കിവിടെ വന്ന് ജനിക്കണം. അപ്പോൾ കർമ്മകാണ്ഡത്തിൽ പറയണതൊക്കെ ചെയ്തിട്ട് സ്വർഗം കിട്ടിയാലും നമുക്ക് നിത്യസുഖം ആ സച്ചിദാനന്ദത്തിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് കർമ്മകാണ്ഡം അൾട്ടിമേറ്റ് അല്ലാന്ന്. കർമ്മകാണ്ഡം നീ എന്തിനാ പറഞ്ഞെന്നാൽ കുട്ടികളോട് മരുന്ന് കഴിക്കുന്നതിൻ്റെ മുമ്പേ മരുന്ന് കയപ്പുള്ള മരുന്നാണെങ്കിൽ കുട്ടികളോട് പറയില്ല ഇത് കഴിച്ചാൽ ഞാൻ ഈ മിഠായി തരാമെന്ന് പറയും നമ്മൾ. അപ്പോൾ അവരത് കഴിക്കും, അപ്പോൾ അവർ മിഠായി കൊടുക്കും അല്ലേ? അല്ല, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഇതിലേക്കൊന്നും ഒരു ശ്രദ്ധയില്ലാതെ തിരിഞ്ഞ് ഒട്ടും ആധ്യാത്മികതയ്ക്ക് ശ്രദ്ധ ഇല്ലാത്തവരെ കുറച്ച് ആൾക്കാരെങ്കിലും ഫലം ഇതൊക്കെ ചെല്ലുക, ഇത്ര ഫലം ഉണ്ട്, ഇത് ഇത്ര പ്രാവശ്യം ചെല്ലുക ഈ ഫലം കിട്ടും അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഈ ആധ്യാത്മികമായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ അതല്ല അൾട്ടിമേറ്റ് എന്ന് പറയുകയാണ്. അതായത് അത് അവിവേകികളേ ഉള്ളൂ. ആദ്യം കർമ്മകാണ്ഡത്തെ തുടങ്ങാം, ശരിയാണ്, ഫലാപേക്ഷയോടു കൂടിയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നും വേദം പറയും. എന്നിട്ടാണ് കർമ്മകാണ്ഡം കഴിഞ്ഞിട്ട് ജ്ഞാനകാണ്ഡത്തിലേക്ക് വരണതേ. അപ്പോൾ ആദ്യം നമ്മൾ കർമ്മകാണ്ഡത്തിലേക്ക് വന്ന് ആദ്യം തുടക്കത്തിലൊക്കെ നമ്മൾ ഫലം മോഹിച്ച് ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനപ്പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക, കർമ്മബന്ധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം എനിക്കിത് ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്താൽ ഇത് കിട്ടുന്നല്ലേ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആ കർമ്മകാണ്ഡത്തിനെ മുഴുവൻ ഫോളോ ചെയ്യണവർക്ക് ഒരിക്കലും വ്യവസായാത്മിക ബുദ്ധി അല്ലെങ്കിൽ നിശ്ചയാത്മിക ബുദ്ധി അല്ലെങ്കിൽ ആ 1 പോയിൻ്റ് ഇൻ്റലക്റ്റ് ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ ഒരിക്കലും മോക്ഷം കിട്ടില്ലല്ലോ. അതാണതിൽ പറയണത് കേട്ടോ. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് ആ ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. ചുരുക്കത്തിൽ അതാണ് ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞത്. അത്രേ സമയമുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിർത്താം. ഞാൻ വേഗം കഴിയണമെന്നും വിചാരിക്കാറില്ല. കാരണം ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമോ, എത്ര ശ്ലോകം ചെയ്യാൻ പറ്റുമോ ഒന്നും നമ്മുടെ കയ്യിലല്ല. ഭഗവാൻ ചെയ്യിക്കുമ്പോൾ ചെയ്യാം. ഇന്ന് ചെയ്യിച്ചു വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല. ഇപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, നല്ലത് വിചാരിച്ചാണ് നമ്മൾ ചെയ്യണത് അല്ലേ ഈശ്വര. ഭഗവത്ഗീത കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് അനുഭവമായില്ലെങ്കിലും ഏതാ സത്യം ഏതാ സത്യമല്ലാത്തതെന്നൊക്കെ ഒന്ന് നമുക്ക് ബോധവും ജഡവും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയ്ക്കല്ലേ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഇത് നിർത്താൻ ഭഗവാൻ പറയണം, അപ്പം നിർത്താം. അതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ചൊന്നും പറയുന്നില്ല. എന്താണ് ഞാൻ വായിച്ച് എൻ്റെ ചെറിയ ബുദ്ധിയിൽ എന്ത് മനസ്സിലാവണോ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാ തെറ്റുകളും എല്ലാവരും പൊറുക്കണം. തെറ്റൊക്കെ ഉണ്ടാവും. ഞാൻ ഒന്നുകിൽ തെറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെറ്റെന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ അത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തന്നാലും വളരെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് പതുക്കെ പോവാം. കഴിഞ്ഞാൽ കഴിഞ്ഞു. എപ്പോഴാണ് ഭഗവാന്റെ ഇഷ്ടം പോലെ കഴിയാൻ സാധിച്ചില്ലെങ്കിൽ കഴിയാൻ സാധിച്ചില്ല. അപ്പോൾ അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഈ 3 ശ്ലോകത്തിൻ്റെയും വാക്യാർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.